ഹലോ മക്കളെ, നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനേഷൻ. 2021 നടന്ന എക്സാമിൻ്റെ കംപ്ലീറ്റ് കെമിസ്ട്രി PYQ ഡിസ്കഷൻ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് കാണുകയും നമുക്ക് 2014 കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷനിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചർ 2014 കംപ്ലീറ്റ് ഡിസ്കഷൻ നമുക്ക് ഈ സെഷനിൽ ചെയ്യാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ എക്സാമിൻ്റെയും എക്സാം ഡിസ്കഷൻ വീഡിയോ അതേപോലെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. PSC മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ലെക്ചർ ഹാൻഡ് ഔട്ട്, ഇത്രയും കാര്യങ്ങൾ ഒരു കോമ്പിലേഷൻ ആക്കിയിട്ട് ഞാൻ നമ്മുടെ ആപ്പ് അറ്റോമിയ ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനറലി ഒരു ഐഡിയ കിട്ടും ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് സെഷനിലേക്ക് പോകാം. ദ വൈറ്റമിൻ റൈബോഫ്ലാവിൻ ഈസ് നോൺ ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈബോഫ്ലാവിൻ്റെ നെയിമാണ് മക്കളെ, യെസ്, വൈറ്റമിൻ ഇസ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2 ആണ് കേട്ടോ റൈബോഫ്ലാവിൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വൈറ്റമിനെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വൈറ്റമിൻ B12. അറിഞ്ഞു വെക്കുക കേട്ടോ, വൈറ്റമിൻ B12. ഇതിനെയാണ് നമ്മൾ കൊബാലാമീൻ എന്ന് നമ്മൾ പറയുന്നത്. കൊബാലാമൈൻ, ഓക്കെ. കൊബാൾട്ട് പ്രസൻ്റ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? യെസ്, വൈറ്റമിൻ B2. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 22. എ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ഈസ്. വൈറ്റമിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വൈറ്റമിൻ C ആണ് കേട്ടോ, വൈറ്റമിൻ C. അല്ലെങ്കിൽ ഇവരുടെ വേറൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ്. വാട്ടർ സോല്യൂബിൾ ആണ്. ദിസ് ഇസ് ആക്ച്വലി വാട്ടർ സോല്യൂബിൾ. ഓക്കെ. ഇനി വൈറ്റമിൻ A, D, E, K എന്നൊക്കെ പറയുന്നത് എന്താണ്? യെസ്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. ആൻ എക്സാമ്പിൾ ഓഫ് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്വിനോളിനും ഐസോക്വിനോളിനും നമുക്ക് അറിയണം അല്ലേ? ആദ്യം ഇതാണ് നമുക്ക് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ ക്വിനോളിൻ. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്വിനോളിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഐസോക്വിനോളിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി ഐസോക്വിനോളിൻ. ഓക്കെ, യെസ്, ദിസ് ഇസ് ഐസോക്വിനോളിൻ. ഓക്കെ, ഇവിടെ പൊസിഷൻ, നൈട്രജൻ്റെ പൊസിഷൻ മാത്രം എന്തായിരിക്കും? ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഇത് പ്രസൻ്റ് ആയിരിക്കുന്ന ഡെറിവേറ്റീവ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് മോർഫിൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം കേട്ടോ. മോർഫിനിൽ എന്താണ്? യെസ്, ഐസോക്വിനോളിൻ സ്ട്രക്ചറിൻ്റെ ഡെറിവേറ്റീവ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് ഇസ് ആൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിരിക്കണം അല്ലേ? ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും അൺസാച്ചുറേഷൻ ഉണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓലിക് ആസിഡ് എന്നാണ്. ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. omega-9 ഫാറ്റി ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. എന്തുകൊണ്ടാണെന്നല്ലേ? ഹെഡും ടെയിലും കാണാൻ പറ്റും, ഹൈഡ്രോ കാർബൺ ടെയിലും അതേപോലെ ഒരു കാർബോക്സിലിക് ആസിഡ് ഹെഡും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഹൈഡ്രോ കാർബൺ ടെയിലിൽ നിന്ന് നിങ്ങൾ നമ്പർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് ദെൻ 9. അതായത് ഡബിൾ ബോണ്ട് ഉള്ള കാർബണിൻ്റെ പൊസിഷൻ എന്താണ്? യെസ്, 9 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിളിക്കും omega-9 ഫാറ്റി ആസിഡ്. omega-9 ഫാറ്റി ആസിഡ്. ഇതേപോലെ തന്നെ 6th പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? omega-6 ഫാറ്റി ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓലിക് ആസിഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? യെസ്, 18 കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓലിക് ആസിഡ്. ഇനി സ്റ്റീറിക് ആസിഡ് ആണെങ്കിൽ എത്രയായിരിക്കും? കാർബൺ 16 ആയിരിക്കും. ഈ കാര്യവും നിങ്ങൾ ആലോചിച്ച് വെക്കുക, എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റീറിക് ആസിഡിൽ 16 കാർബൺസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റീറിക് ആസിഡും ലോറിക് ആസിഡും അതേപോലെ തന്നെ പാമറ്റിക് ആസിഡും എന്താണ്? യെസ്, ഒരു സാച്ചുറേറ്റഡ്, അതായത് ഡബിൾ ബോണ്ട് ഇല്ലാത്ത, എല്ലാം സിംഗിൾ ബോണ്ട് ഉള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. Kiliani Fisher synthesis is used for
എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു പെൻറ്റോസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആൽഡോസ് ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കാം. വാട്ട് ഇസ് ഇറ്റ്? ഒരു ആൽഡോസ് ഷുഗർ. അപ്പോൾ ഇവിടെ n കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, കിലിയാനി ഫിഷർ സിന്തസിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, വി വിൽ ബി ഹാവിങ് n+1 ആൽഡോസ്. അതായത് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 6 കാർബണുള്ള ആൽഡോസ് ചെയിൻ ഉണ്ടാകും. അതായത് ഇവിടെ നടക്കുന്നത് എന്താണ്? ലെങ്തനിങ് ഓഫ് കാർബൺ ചെയിൻ ആണ്. ലെങ്തനിങ് ഓഫ് കാർബൺ ആറ്റം ചെയിൻ. ഇവിടെ 5 കാർബൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഡി അറബിനോസ്. ഇവിടെ എന്തായിരിക്കും? കിലിയാനി ഫിഷർ സിന്തസിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഡി ഗ്ലൂക്കോസും ഡി മാനോസും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഡി ഗ്ലൂക്കോസ്? റൈറ്റ് സൈഡിൽ OH ആണെങ്കിൽ ഡി ഗ്ലൂക്കോസ്, ലെഫ്റ്റിലാണെങ്കിൽ എന്തായിരിക്കും? മാനോസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇവിടെ 5 കാർബൺ ആണ്, ഇവിടെ എത്ര കാർബൺ ആണ്? 6 കാർബൺ ആണ്. ഓക്കെ, ലെങ്തനിങ് ഓഫ് കാർബൺ ചെയിൻ. അപ്പോൾ ഓപ്ഷൻ എന്താണ്? എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. Pyridine react with a mixture of KNO3 and H2SO4 at 300 degrees Celsius. ഹൈ ടെമ്പറേച്ചർ ആണല്ലേ? ശ്രദ്ധിക്കണം, ഇവിടെ ഹൈ ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, KNO3യും H2SO4ഉം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? NO2+ ഫോർമേഷൻ നടക്കും അല്ലേ? വിച്ച് ഇസ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിരിഡീൻ ഇസ് ആക്ച്വലി ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഫേവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഫേവർ. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഹൈ ടെമ്പറേച്ചർ കൊടുത്തതുകൊണ്ട് ഇവിടെ എന്ത് നടക്കും? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. പിരിഡീൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോളെ. യെസ്, ഇങ്ങനെയായിരിക്കും പിരിഡീൻ്റെ സ്ട്രക്ചർ അല്ലേ? യെസ്, ദിസ് ഇസ് ലൈക്ക് ദിസ്. ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുന്നു. 2, 3 and 4, 4, 5 and 6. ഇവിടെ നോക്കി, 2 and 6 എന്ന് പറയുന്നത് എന്താണ്? ഇക്വാലന്റ് പൊസിഷൻസ് ആണ് അല്ലേ? 2, 6 ഇക്വാലന്റ് ആണ്. അതേപോലെ തന്നെ 3യും 5ഉം എന്താണ്? ഇക്വാലന്റ് ആണ്. സോ വി ഹാവ് 2, 3 and 4. ഇതിൽ ഏത് പൊസിഷനിൽ 2, 3, 4ൽ ഏത് പൊസിഷനിൽ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ റെസനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. എങ്ങനെ വരയ്ക്കാം? നൈട്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോഴോ നോക്കിയേ, ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ? N- ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. യെസ്, വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? നൈട്രജൻ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് വിത്ത് ഹിയർ. നോക്കിയേ, നിങ്ങൾ ഏതൊക്കെ പൊസിഷനിലാണ് ആക്ച്വലി പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നത്? നോക്കിയേ, ദിസ് ഇസ് ദി സെക്കൻഡ് പൊസിഷൻ ആൻഡ് ദിസ് ഇസ് ദി ഫോർത്ത് പൊസിഷൻ. ഓക്കെ, സെക്കൻഡ് ആൻഡ് ഫോർത്ത് പൊസിഷൻ നോക്കി. സെക്കൻഡ് ആൻഡ് ഫോർത്ത് പൊസിഷനിൽ എന്ത് ചാർജ് ഉണ്ടടാ? യെസ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഇലക്ട്രോഫൈൽ NO2+ പോയിട്ട് ഈ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യോ? എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഫേവറബിൾ പൊസിഷൻ ഏതായിരിക്കും? യെസ്, തേർഡ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫോർത്ത് പൊസിഷനിൽ എന്താണ്? യെസ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേസമയം തേർഡ് പൊസിഷനിലോ അങ്ങനെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ ഫേവറബിൾ. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവർ ചെയ്യുന്നത് തേർഡ് പൊസിഷനിലായിരിക്കും. റിയാക്ഷൻ സ്കീം ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ, ദിസ് ഇസ് അവർ പിരിഡീൻ, റൈറ്റ്? യെസ്, ദിസ് ഇസ് ദി പിരിഡീൻ. എന്തൊക്കെയാണ്? KNO3യും അതേപോലെ H2SO4ഉം ഉണ്ട്. ഓക്കെ, നമ്പർ ചെയ്യുക. ഏതൊക്കെയാണ്? 1, 2, 3 ആൻഡ് ദെൻ വോട്ട് 4. ഏത് പൊസിഷനിലാണ് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? യെസ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്? തേർഡ് പൊസിഷൻ അല്ലേ? യെസ്, തേർഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? യെസ്, NO2. ഓൾറൈറ്റ്, അപ്പോൾ എന്തായിരിക്കും? 3-nitroPyridine. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 27. An amino acid that contains sulfur group. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും എന്നൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് ചോദ്യം ചോദിക്കുന്നതാണ് കേട്ടോ. എസെൻഷ്യലും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് കണ്ടെയ്ൻ സൾഫർ ഗ്രൂപ്പ് എന്നാണ്. സിസ്റ്റീൻ ആണ് എക്സാമ്പിൾ. എങ്ങനെയാണ് ഒരു അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊന്ന് പറയാം. C ഉണ്ടാവും, COH, അതേപോലെ തന്നെ NH2, ഒരു ഹൈഡ്രജനും. ഇത്രയും ഫ്രെയിം വർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ടാകും അല്ലേ? ഈ R ഗ്രൂപ്പ് ഡിഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അമിനോ ആസിഡും ഡിഫർ ചെയ്യും.
ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ദാറ്റ് ഈസ് ഗ്ലൈസീൻ. ഇനി ഇവിടെ CH3 ആണെങ്കിലോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? അലാനിൻ. ഇനി സിസ്റ്റീൻ ആണെങ്കിലോ, സിസ്റ്റീൻ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? യെസ്, സൾഫർ പ്രസന്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ല്യൂസിൻ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. CH2 ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഓക്കെ, CH2 ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഇതിനെയാണ് നമ്മൾ ല്യൂസിൻ എന്ന് വിളിക്കുന്നത്. സോ സിസ്റ്റീൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, now question number 28, which of the following is most basic എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് അല്ലേ? ആ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. ബെൻസൈൽ അമൈൻ അല്ലേ? ദിസ് ഈസ് അവർ ബെൻസൈൽ അമൈൻ. യെസ്. അതേപോലെ അനിലീൻ, അനിലീൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, ദിസ് ഈസ് അനിലീൻ. ഇനി പാരാനൈട്രോ അനിലീൻ. ഓക്കെ, പാരാനൈട്രോ അനിലീൻ പറഞ്ഞിട്ടുണ്ട്. യെസ്. അതേപോലെ അസറ്റാനിലൈഡ് എങ്ങനെയായിരിക്കും? ബെൻസീൻ NHCOCH3. ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചേഴ്സ് അല്ലേ? ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ബേസിക് സ്ട്രെങ്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലൂയിസ് ബേസിക് സ്ട്രെങ്ത് ആണ് അല്ലേ? ലൂയിസ് ബേസിക് സ്ട്രെങ്ത് എന്തായിരിക്കും? അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ടു ഡൊണേറ്റ്. അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ടു ഡൊണേറ്റ്. അപ്പോൾ നോക്കിയേ, ഏത് ലോൺ പെയർ ആയിരിക്കും ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയേ, ഇയാൾ എന്താണ്? ഇറ്റ് ഈസ് ഇൻ റെസണൻസ് വിത്ത് വോട്ട്? ബെൻസീൻ റിംഗ്. ഇത് അവൈലബിൾ ആണോ? അല്ല. കാരണം എന്താണ്? ഈ ലോൺ പെയർ ഈസ് ആക്ച്വലി ഇൻ റെസണൻസ് വിത്ത് ദി ബെൻസീൻ റിംഗ്. ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? ഓപ്ഷൻ സി അസറ്റനൈലൈഡ്. നോക്കിയേ, ഇതാ ഇവിടെയും ബെൻസീനുമായിട്ട് റെസണൻസ് ആണ്. ഓഫ് കോഴ്സ് ഈ C+O ആയിട്ടും റെസണൻസിലായിരിക്കും. പക്ഷേ ഈ കാര്യം നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ എന്തില്ല? യെസ്, ബെൻസൈൽ അമൈൻ്റെ കേസിൽ ദ ലോൺ പെയർ ഈസ് ആക്ച്വലി അവൈലബിൾ. ബെൻസൈൽ അമൈൻ്റെ കേസിൽ യെസ്, ലോൺ പെയർ അവൈലബിൾ ടു ഡൊണേറ്റ് ആണ്. അതായത് ദിസ് ഇസ് നോട്ട് ഇൻ റെസണൻസ് വിത്ത് വോട്ട്? ബെൻസീൻ റിംഗ്. കാരണം ഇവിടെ എന്താണ്? CH2 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോൺ പെയർ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാറ്റ് ഡൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഡൈനെ പറ്റി നമുക്കറിയണം. വാറ്റ് ഡൈ എന്ന് പറഞ്ഞാൽ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ് അല്ലേ? ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഇതിൻ്റെ ഫേമസ് എക്സാമ്പിൾ ആണ് ഇൻഡിഗോ ഡൈ. ഓക്കെ, ഇൻഡിഗോ ഡൈ. ഓപ്ഷൻ സി. മീഥൈൽ റെഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു pH ഇൻഡിക്കേറ്റർ ഡൈ ആണ്. pH ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് റബ്ബർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്യൂവൽ ഫില്ലിംഗ് ഹോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂവൽ ഫില്ലിംഗ് ഹോസസ്. അപ്പോൾ ഇവരെന്തായിരിക്കണടാ? ആക്ച്വലി ഈ റബ്ബർ എന്തായിരിക്കണം? റെസിസ്റ്റൻറ്റ് ടു ഓയിൽ ആക്ടിവിറ്റി. റെസിസ്റ്റൻറ്റ് ടു ഓയിൽ ആക്ടിവിറ്റി അല്ലേ? റിയാക്ട് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇതിൽ ആരാണ്? ഏത് റബ്ബർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് നൈട്രൈൽ റബ്ബർ ആണ്. NBR എന്ന് നമ്മൾ വിളിക്കും. നൈട്രൈൽ റബ്ബർ. യെസ്, NBR. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി റെസിസ്റ്റൻറ്റ് ടു വാട്ട്? ഓയിൽ ആക്ടിവിറ്റി. നൈട്രൈൽ റബ്ബർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോപോളിമർ ഓഫ് വാട്ട്? കോപോളിമർ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് അക്രിലോനൈട്രൈൽ. അക്രിലോനൈട്രൈൽ. ഓക്കെ, അതേസമയം SBR അല്ലേ? സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ. പക്ഷേ ഇവരുടെ റെസിസ്റ്റൻറ്റ് ടുവേർഡ്സ് ഓയിൽ എന്താണ്? വീക്ക് ആണ്. അതുകൊണ്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. SBR സ്റ്റൈറീനും അതേപോലെ തന്നെ ബ്യൂട്ടാഡൈനും. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി കോപോളിമർ ഓഫ് സ്റ്റൈറീൻ ആൻഡ് ബ്യൂട്ടാഡൈൻ. ഇവിടെ ആകുമ്പോഴോ അക്രിലോ നൈട്രൈൽ റബ്ബർ, NBR എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 31, നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാൻ ഈസ് കോട്ടഡ് വിത്ത്. ഏതായിരിക്കും? ദാ PTFE അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന ടെഫ്ലോൺ എന്ന് നമ്മൾ പറയുന്ന പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ. ഓക്കെ, PTFE നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? യെസ്, ഇവിടെ എന്തായിരിക്കും? നോൺ സ്റ്റിക്ക് പ്രോപ്പർട്ടി ഉണ്ടാകും. അതേപോലെ തന്നെ ഹൈ തെർമൽ റെസിസ്റ്റൻസും കൂടെ ആയിരിക്കും. ഹൈ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇവരുടെ പ്രോപ്പർട്ടിയാണ്. PVC വരത്തില്ല അല്ലേ? പോളി അക്രിലോനൈട്രൈലും വരത്തില്ല. അടുത്ത ചോദ്യം, വിച്ച് ഡ്രഗ് ആക്ട് ആസ് ബോത്ത് അനാൾജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ അനാൾജസിക് എന്ന് പറഞ്ഞാൽ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പെയിൻ റിലീവർ ആണ് അല്ലേ? പെയിൻ റിലീവർ ആണ് അനാൾജസിക്. ആൻഡ് ആൻറ്റിപൈററ്റിക് എന്ന് പറഞ്ഞാലോ? യെസ്, ആൻറ്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ
ഫീവർ റിഡ്യൂസർ ആണ്. ഓക്കെ, ഫീവർ റിഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ആൻറ്റിപൈററ്റിക്. അപ്പോൾ ഏതായിരിക്കും? ആസ്പിരിൻ ആണ് കേട്ടോ. ആസ്പിരിൻ ഈസ് ദി കറക്റ്റ് ആൻസർ. മോർഫിൻ എന്നൊക്കെ പറയുന്നത് യെസ് അനാൾജസിക് ആണ്, പക്ഷേ എന്തല്ല, ഒരു ആൻറ്റിപൈററ്റിക് ഡ്രഗ് അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ? ആസ്പിരിൻ ആയിരിക്കും വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33. ദ ഫോളോയിങ് പെയർ ഈസ്, ഏതൊക്കെയാണ്? ഇവിടെ ഞാനൊന്ന് എടുത്തെഴുതാം. Si14 സിലിക്കൺ 1430യും അതേപോലെ തന്നെ ഫോസ്ഫറസ് 1531. അപ്പോൾ ഇവിടെ നോക്കിയടാ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 16 ആണ്. വിച്ച് മീൻസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ ഇവരെന്തായിരിക്കും? യെസ്, നമ്മൾ വിളിക്കും ഐസോട്ടോൺസ് എന്ന് നമ്മൾ വിളിക്കും, അല്ലേ? ഐസോടോപ്പും അല്ല, ഐസോബാറും അല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഐസോട്ടോൺസ് ആയിരിക്കും. ഇവിടെ ഐസോട്ടോണിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഐസോട്ടോൺസ്. ഓക്കെ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 34. എ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഹാസ് എ ഹാഫ് ലൈഫ് ഓഫ്, എത്രയാണ്? ടി ഹാഫ് എത്ര പറഞ്ഞിട്ടുണ്ട്? യെസ്, 128.6 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡികെ കോൺസ്റ്റന്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തറിയാടാ? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, അല്ലേ? യെസ്. റേഡിയോ ആക്റ്റീവ് ഡീകെ ആണെങ്കിൽ എപ്പോഴും ആലോചിക്കുക കേട്ടോ. റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കുക? 0.693/k. അപ്പോൾ ഡി കെ കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, കെ കണ്ടുപിടിക്കുക, അല്ലേ? 0.693 എന്തായിരിക്കും? 128.6. സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.05 എന്നതിന് ആൻസർ കിട്ടും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ഇല്ല, ബട്ട് യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് 1/200 സോൾവ് ചെയ്യുകയാണെങ്കിലും യു വിൽ ബി ഗെറ്റിംഗ് 0.005. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 35. ദ ബോണ്ട് ഓർഡർ ഓഫ് O2 എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NP - Na. O2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിലൊക്കെ എന്താണ്? H2O2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഐഡിയാസ് യൂസ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഇതൊന്നും സോൾവ് ചെയ്യാൻ നിൽക്കരുത്. എങ്ങനെയായിരിക്കും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ? ഇവിടെ എന്ത് ബോണ്ടാണ്? യെസ്, സിംഗിൾ ബോണ്ട്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? പല മെത്തേഡ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 35B. 36. The percentage efficiency of a Carnot engine working between temperature 27 and 127 degrees Celsius. അപ്പോൾ എന്തായിരിക്കും? ഈട്ട ഇസ് ഈക്വൽ ടു 1 - T2/T1. T1 എത്രയായിരിക്കും? 127 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലേ? 273. അപ്പോൾ ദാറ്റ് വിൽ ബി 400 കെൽവിൻ. ആൻഡ് T2 എന്ന് പറയുന്നത് എന്താണ്? 27 ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഇസ് 300 കെൽവിൻ. ഓക്കെ, സിംപ്ലി പുട്ട് ഔട്ട് ചെയ്യുക. ഈട്ട ഇസ് ഈക്വൽ ടു 1 - 300/400. അപ്പോൾ എന്ത് വരും? 100/400 എന്ന് വരും, വിച്ച് ഇസ് സോൾവ് ചെയ്യുക. സോറി, യെസ്, 1/4 എന്ന് വരും. 1/4 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തായിരിക്കും? 25%. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ. ഓക്കെ, യെസ്. 37. വിച്ച് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് സിങ്ക് ഓക്സൈഡ് ആൻഡ് ഗ്രാഫൈറ്റ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയണം സിങ്ക് ഓക്സൈഡും അതേപോലെ തന്നെ ഗ്രാഫൈറ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലേ? ഗ്രാഫൈറ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? ഹെക്സഗോണൽ ആണ്. യെസ്, ഹെക്സഗോണൽ ക്രിസ്റ്റൽ സിസ്റ്റം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. 38. ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? എന്നാലും ഞാൻ പറയാം. 1/8 × 8 എവിടെയാണ്? കോർണറിലും ഉണ്ടാകും, അതേപോലെ തന്നെ ബോഡി സെൻറ്ററിലും ഉണ്ടാകും. ഓക്കെ, 1 + 1 എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 39. ദ ബോയിലിംഗ് പോയിന്റ്. യെസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് 0.25 മൊളാൽ സൊല്യൂഷൻ. നിങ്ങളെ മൊളാലിറ്റി കൊടുത്തിട്ടുണ്ട്. എത്ര? 0.25 മോളാൽ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് നൈദർ ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്. അങ്ങനെയാണെങ്കിൽ I is equal to എന്തായിരിക്കും? വാൻ ഹോഫ് ഫാക്ടർ 1 ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അസോസിയേഷൻ ഓർ വോട്ട് ഡിസോസിയേഷൻ. ഓക്കെ, ഇനി ഇൻ വാട്ടർ ഈസ് 101. യെസ്, ദ ബോയിലിംഗ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? യെസ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. അപ്പോൾ TB എത്രയാണ് മക്കളെ? യെസ്, 101.5
3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ടി ബി നോട്ട് എത്രയായിരിക്കും? ടി ബി നോട്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? യെസ്, വിച്ച് ഇസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് മോളാർ ഇലവേഷൻ കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് കെ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഫോമുല നമുക്കറിയാം അല്ലേ? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഐ എത്രയാണ്? വാൻകോഫ് ഫാക്ടർ 1 ആയിരിക്കും. അതേപോലെ മൊളാലിറ്റി കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 0.25 മൊളാൽ സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ ടി ബി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എത്രയാണ്? ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ ടി ബി മൈനസ് ടി ബി നോട്ട് ആയിരിക്കും. ടി ബി മൈനസ് ടി ബി നോട്ട്. അപ്പോൾ എത്രയായിരിക്കും? ദിസ് വിൽ ബി 1.3. So this is equal to 1.3 1 into kb into 0.25. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? kb is equal to what? 1.3 by 0.25. സോ 1 ആണെങ്കിൽ 1 by 0.25 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇവിടെ? 4 വരും അല്ലേ? അപ്പോൾ 1.3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5നേക്കാൾ കൂടുതൽ വാല്യൂ ആയിരിക്കും അല്ലേ? 0.25 0.25നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും? 5.2 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് ഓപ്ഷൻ ബി. കാര്യം മനസ്സിലായോ? ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? 0.25 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒരു 0.25 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലോ 1.25 എന്ന് പറഞ്ഞാൽ യെസ് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 1.25 കിട്ടും. 1.3 ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും? 5.2 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. 5നേക്കാൾ മുകളിലുള്ളൊരു വാല്യൂ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 14. എ 5% സൊല്യൂഷൻ ഓഫ് യൂറിയ. യെസ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5% സൊല്യൂഷൻ ഓഫ് യൂറിയ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താടാ? 5 ഗ്രാം യൂറിയ ഇൻ വോട്ട് യെസ് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ഇതല്ലേ പറയുന്നത്? അതേപോലെ ഇനി 3% സൊല്യൂഷൻ. ഓക്കെ, ഒരു അൺനോൺ കോമ്പൗണ്ട് ആണ് എ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും? 3 ഗ്രാം അൺനോൺ കോമ്പൗണ്ട് എ ഇൻ വോട്ട് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ അല്ലേ? എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? മോളാർ മാസ് ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും എന്താണ്? ഐസോട്ടോണിക് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെസ് ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ഈക്വൽ. ഇവരുടെ ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓസ്മോട്ടിക് പ്രഷർ ആക്ച്വലി എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്? യെസ് പൈ 1 ഇസ് ഈക്വൽ ടു പൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ പൈ ഇസ് ഈക്വൽ ടു വോട്ട്? യെസ് സി ആർ ടി. ഓക്കെ, അപ്പോൾ ആർ ടി അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? യെസ് കോൺസെൻട്രേഷൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ C1 ആർ ടി ഇസ് ഈക്വൽ ടു C2 ആർ ടി. അപ്പോൾ ആർ ടി എന്താവും? ക്യാൻസൽ ആവും. കോൺസെൻട്രേഷൻ ക്യാൻസൽ ആവും. ആൻഡ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു വോട്ട്? നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? N1 by V is equal to N2 by V. Or we can write what? N1 is equal to N2 എന്നുള്ള രീതിയിൽ എഴുതാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് അല്ലേ? മാസ് ബൈ മോളാർ മാസ് ഓഫ് ആരാണ്? ആദ്യം തന്നിരിക്കുന്നത് യൂറിയ ആണ്. രണ്ടാമത് എന്താണ്? അൺനോൺ കോമ്പൗണ്ട് ആണ് അല്ലേ? മാസ് ഓഫ് എ ബൈ മോളാർ മാസ് ഓഫ് എ. ഓക്കെ, ഇതല്ലേ കൊടുത്തിരിക്കുന്നത്? യെസ്, യൂറിയയുടെ മോളാർ മാസ് എത്രയാണ്? 60 ആണ് അല്ലേ? യെസ്, അപ്പോൾ ഇത് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ്? 5% ഓഫ് യൂറിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? 5% ഓഫ് യൂറിയ, അതായത് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 5 ഗ്രാം ഡിവൈഡഡ് ബൈ എത്രയാണ്? യൂറിയ മോളാർ മാസ് 60 ആണ്. ഇനി ഇതെന്താണ്? 3% ഓഫ് എ ആണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? 3 ഗ്രാം ആയിരിക്കും. മോളാർ മാസ് ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ബാക്കി സോൾവ് ചെയ്താൽ പോരെ? യെസ്, 5/60 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 ആയിരിക്കും. സോ മോളാർ മാസ് ഓഫ് എ ഈസ് ഈക്വൽ ടു what? 12 into 3 which is equal to 36 ഗ്രാം. ഓക്കെ, ഓപ്ഷൻ യെസ് എ. ഓപ്ഷൻ എ എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത്രയൊന്നും ചെയ്യേണ്ട കേട്ടോ, ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. കോൺസെൻട്രേഷൻ ടേം എന്നൊക്കെ പറഞ്ഞാൽ 5 ഗ്രാം ആണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ജസ്റ്റ് സിംപ്ലി നമ്പർ ഓഫ് മോൾസ് ഇക്വേറ്റ് ചെയ്യുക, യെസ് മോളാർ മാസ് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ, 36 ഗ്രാം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 41. അഗെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 ഡെസിമീറ്റർ ക്യൂബ് ഓഫ് എ ഗ്യാസ്. ഇതിൻ്റെ മോളാർ മാസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? യെസ് 64 ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിഫ്യൂസ് ത്രൂ എ പോറസ് പാർട്ടീഷൻ ഇൻ വോട്ട്? ഡിഫ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഡിഫ്യൂഷൻ ത്രൂ എ പാർട്ടീഷൻ ഇൻ വോട്ട്? 60 seconds. വാട്ട് വോളിയം ഓഫ്? യെസ് വോളിയം ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മോളാർ മാസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 32. അണ്ടർ സിമിലർ കണ്ടീഷൻ
in 60 seconds എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യമായിട്ടാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. യെസ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? യെസ്, റൂട്ട് ഓഫ് മോളാർ മാസ്. ഈ കാര്യം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അതായത് 2 ഗ്യാസ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? R1/R2 ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? യെസ്, റൂട്ട് ഓഫ് മോളാർ മാസ് ഓഫ് M2/M1. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഇവിടെ അറിയേണ്ടത്. ഇവിടെ എന്താണ്? റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷേ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വോളിയമാണ്. ഓക്കെ, അപ്പോൾ റേറ്റിന് എങ്ങനെ എഴുതാടാ? റേറ്റിൻ്റെ എക്സ്പ്രഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ബൈ ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? V1/T1 ഇസ് ഈക്വൽ ടു V2/T2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2/M1. V1 എത്രയായിരിക്കും ഇവിടെ? വോളിയം എത്രയാണ്? 20. ടൈം എത്രയാണ്? 60 സെക്കൻഡ്സ് ആണ് അല്ലേ? സോറി, 60 സെക്കൻഡ്സ് ആണ്. വാട്ട് വോളിയം ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ VB സെയിം ടൈം ആണ് അല്ലേ? 60 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വലി ഇവരെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായിരിക്കും? റൂട്ട് M2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, 64 ആണ്. M1 എത്രയാണ് കൊടുത്തിരിക്കുന്നത്? സോറി, M2 എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ആണ് അല്ലേ? യെസ്, ദാറ്റ് ഈസ് 32. ആൻഡ് ഇതെന്തായിരിക്കും? 64. M1 എത്രയാണ്? 64. അപ്പോൾ എന്തായിരിക്കും? √2, 1/√2 എന്ന് വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? വോളിയം ബി ഇസ് ഈക്വൽ ടു 20 × √2 എന്നുള്ള രീതിയിൽ ആൻസർ വരും. സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 28.28 ഡെസിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് വരും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്തില്ല? അങ്ങനെ ഒരു ആൻസർ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? 28.28. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? മോളാർ മാസ്. ഇത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 42. യെസ്, അഗെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. യെസ്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയെ പറ്റി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. VRMS എങ്ങനെ കണ്ടുപിടിക്കുക? √3RT/M. ഓക്കെ, അപ്പോൾ 2 ഗ്യാസ് തന്നിട്ടുണ്ട് അല്ലേ? അറ്റ് വാട്ട് ടെമ്പറേച്ചർ വുഡ് SO2 മോളിക്യൂൾ ഹാവ് ദി സെയിം റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആസ് ഓക്സിജൻ മോളിക്യൂൾ? അപ്പോൾ SO2ൻ്റെയും അതേപോലെ തന്നെ ഓക്സിജൻ്റെയും RMS വെലോസിറ്റി ഏത് ടെമ്പറേച്ചറിലാണ് ഈക്വൽ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? സിംപ്ലി ഈ √3RT, ഈ 3ഉം 6 ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? T ഓഫ് SO2 ബൈ മോളാർ മാസ് ഓഫ് SO2 എത്രയാണ്? 64 ഇസ് ഈക്വൽ ടു √T ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഓക്സിജൻ്റെ മോളാർ മാസ് എത്രയാണ്? 32. എന്നിട്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ആസ് ഓക്സിജൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഓക്സിജൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് എത്രയായിരിക്കും? യെസ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ യെസ്, ദാറ്റ് വിൽ ബി 300 കെൽവിൻ. ഓക്കെ, 300 കൊടുക്കുക. യെസ്, അപ്പോൾ എല്ലാത്തിനും അങ്ങ് സ്ക്വയർ ചെയ്ത് കളിയാം. അപ്പോൾ സിമ്പിൾ ആയിരിക്കും. TSO2 ഇസ് ഈക്വൽ ടു 300 × 64 ഇങ്ങോട്ട് വരുമല്ലോ ബൈ 32. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, 600 കെൽവിൻ എന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും വിച്ച് ഇസ് 327 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എന്താ ചോദിക്കുന്നത്? വെലോസിറ്റി VRMS ഏത് ടെമ്പറേച്ചറിലാണ് ഈക്വൽ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ് ഇതിൻ്റെ എത്രയാണ്? യെസ്, ഇത് 27 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 600 കെൽവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. What will be the value of delta G when the reaction is spontaneous? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ്, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 44. യെസ്, ഹൗ മെനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? F is equal to C minus P plus 2 അല്ലേ? സി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പല പിള്ളേരും കൺഫ്യൂസ്ഡ് ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് കമ്പോണൻസ് അല്ലേ? നമ്പർ ഓഫ് കമ്പോണൻസ്. യെസ്, പി എന്താണ്? നമ്പർ ഓഫ് ഫേസ് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ്? ഹൗ മെനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ്? സോഡിയം സൾഫേറ്റ് ഉണ്ട്. യെസ്, Na2SO4 ഉണ്ട്. യെസ്, ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ വേപ്പർ. അപ്പോൾ എത്ര കമ്പോണൻ്റ് ഉണ്ട്? കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ Na2SO4 ഉണ്ട്, H2O ഉണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും.
അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? യെസ്, ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, സൊല്യൂഷൻ ആണല്ലേ, സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ്. അപ്പോൾ എന്തായിരിക്കും? ലിക്വിഡും ഉണ്ടാകും, അതേപോലെ തന്നെ വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ ഗ്യാസും ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? യെസ്, അതുകൂടെ നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ ഫേസ് എന്ന് പറയുന്നതും എത്രയായിരിക്കും ഇവിടെ? 2 ആയിരിക്കും. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു കമ്പണൻറ്റ് 2 ആണ്, ഫേസ് 2 ആണ്, പ്ലസ് 2 എത്രയായിരിക്കും? 2 തന്നെ കിട്ടും. ഓപ്ഷൻ എന്തായിരിക്കും? യെസ്, എ. ക്വസ്റ്റ്യൻ നമ്പർ 45. 50% ഓഫ് N2O4 ഡീകമ്പോസസ് ഇൻ 10 minutes. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? T½ ആണ് കൊടുത്തിരിക്കുന്നത് മക്കളെ. എത്രയാണ്? 10 minutes എന്ന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെലോസിറ്റി കോഎഫിഷ്യൻറ്റ് ഇഫ് ദ റിയാക്ഷൻ ഈസ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് കെ തന്നെയാണ് അല്ലേ. യെസ്, T½ ഇസ് ഈക്വൽ ടു 0.693/K. ഫസ്റ്റ് ഓർഡർ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? കെ കണ്ടുപിടിച്ചാൽ മതി. 0.693 ബൈ എത്രയാണ്? T½ എത്രയാണ്? യെസ്, 50% ഡീകമ്പോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണടാ? 10 minutes ആണ്. അപ്പോൾ വിച്ച് വിൽ ബി 0.0693 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് നമുക്ക് വരും അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോളിമർ സാമ്പിൾ തന്നിട്ടുണ്ട്. 5 മോളിക്യൂൾ വീതം 1000 gram per mole, അതേപോലെ 2000, 3000 gram per mole. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ് എങ്ങനെയാണ് ഇക്വേഷൻ? സിഗ്മ NIMI ഡിവൈഡഡ് ബൈ വോട്ട്? സിഗ്മ NI. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കൂ, 5 into 5 മോളിക്യൂൾ ഓഫ് 1000 പ്ലസ് 5 മോളിക്യൂൾ ഓഫ് വോട്ട് 2000 പ്ലസ് 5 മോളിക്യൂൾ ഓഫ് വോട്ട് 3000 ഡിവൈഡഡ് ബൈ വോട്ട് 15. ടോട്ടൽ നമ്പർ എത്രയാണ്? 15. അപ്പോൾ എന്തായിരിക്കും? 5000 പ്ലസ് 10,000 പ്ലസ് 15,000 ഡിവൈഡഡ് ബൈ വോട്ട് 15 എന്ന് വരും. അപ്പോൾ എത്രയായിരിക്കും? 30,000 ബൈ 15. 30,000 ബൈ 15. ഓക്കെ, 30,000 ബൈ 15 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? യെസ്, 2000 എന്ന് ആൻസർ വരും. ഓക്കെ, ഓപ്ഷൻ എ, 46A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് കൊടുത്തിട്ടുണ്ട്. Z ഓഫ് സിൽവർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് ഇസ് ഈക്വൽ ടു 0.001119 gram. ഇക്വാലന്റ് മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? Z ഇസ് ഈക്വൽ ടു ഇക്വാലന്റ് മാസ് ബൈ 96500 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? ഇക്വാലന്റ് മാസ് ഇസ് ഈക്വൽ ടു Z ഇൻറ്റു 96500. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക 0011 ഇൻറ്റു 96500. അപ്പോൾ എത്രയായിരിക്കും? 108 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ. നൗ 48. വാട്ട് ഈസ് എ ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലാനാർ ജിയോമെട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ ജിയോമെട്രി അല്ലേ, അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ ജിയോമെട്രി. അപ്പോൾ സിനോണിൻ്റെ കേസ് ആണ്. സിനോണിൻ്റെ കേസ് വരുമ്പോൾ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ, XeF4. ഓക്കെ, ഇങ്ങനെ വരും. യെസ്, അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഇവിടെ ഈ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ യെസ്, സ്ക്വയർ പ്ലാനാർ ജിയോമെട്രി, ഓപ്ഷൻ ഡി. എങ്ങനെ നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ, ഷേപ്പ്, ജിയോമെട്രി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ 48D. നൗ 49. വിച്ച് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഇനേർട്ട് ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ആർഗൺ ആണ് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഇനേർട്ട് ഗ്യാസ്. അബണ്ടൻറ്റ് ഇനേർട്ട് ഗ്യാസ്. 49, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ബൊറഡാക്സ് മിക്സ്ചർ ഇസ് എ മിക്സ്ചർ ഓഫ് ഏതൊക്കെയാണ്? CuSO4ഉം അതേപോലെ തന്നെ ലൈമും. ലൈം എന്ന് പറഞ്ഞാൽ ഏതായാലും CaOH2. നെക്സ്റ്റ് വൺ, വിച്ച് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൾഫൈഡ് ഓർ? കോപ്പർ ഗ്ലാൻസ്. Cu2S. അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, സിങ്ക് ബ്ലെൻഡ് എന്താണ്? ZnS. അതേപോലെ തന്നെ അർജൻറ്റൈറ്റ് അല്ലേ. അർജൻറ്റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, Ag2S. കലാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓപ്ഷൻ ഡി. ഇസ് നോട്ട് എ സൾഫൈഡ് ഓർ എസ്? ഓപ്ഷൻ ഡി. ഓക്കെ, യെസ്. 52. ഫെൻടൺസ് റിയേജൻറ്റ് ഈസ് ഏതൊക്കെയാണ്? ഫെൻടൺസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ CuSO4ഉം H2O2 ആണ്. റിയേജൻ്റ് ഒക്കെ ഏതാണെന്നുള്ളത് നമുക്കറിയണം. ഓക്കെ, 53. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. RH, PPH3, ത്രൈസ് Cl. ഓക്കെ, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് സിൽവർ ഇൻ ജർമ്മൻ സിൽവർ? ജർമ്മൻ സിൽവറിൽ ആക്ച്വലി സിൽവർ ഇല്ല മക്കളെ. ആരൊക്കെയാണുള്ളത്?
യെസ്, നിക്കൽ ഉണ്ട്, കോപ്പർ ഉണ്ട്, അതേപോലെ സിങ്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ സിൽവർ എന്ന് പറയുന്നത് എന്താണ്? 0% ആണ്. യെസ്, ഓപ്ഷൻ എ, സിൽവർ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 55. വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ ക്രോമിയം പെറോക്സൈഡ്? ക്രോമിയം പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? യെസ്, അത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ എന്തായിരിക്കും? എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -2 +2. ഇവിടെ എന്താണ്? യെസ്, ഓക്സിജൻ ഓക്സിജൻ സിംഗിൾ ബോണ്ടാണ്, പെറോക്സൈഡ് ലിങ്കേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ +1, ഇവിടെ +1, ഇവിടെ എന്തായിരിക്കും? -1 -1 +1 +1. ടോട്ടൽ എന്തായിരിക്കും? യെസ്, ടോട്ടൽ വരുന്നത് +6 ആയിരിക്കും. നോട്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ CrO5 എന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി റോങ്. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണ് CrO5ൻ്റെത്, ബട്ടർഫ്ലൈ സ്ട്രക്ചർ. ഓക്കെ, 56. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് വാം വാട്ടർ ടു ഗിവ്. അപ്പോൾ എന്തായിരിക്കും? ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഓക്കെ, വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? N2 എലിമിനേറ്റ് ആകും. H2 എന്ന് പറഞ്ഞാൽ H+ഉം OH- HCl. ഓക്കെ, പിന്നെ എന്തായിരിക്കും? OH ഉണ്ടല്ലേ ഈ ബെൻസീനിലേക്ക്. യെസ്, OH അറ്റാച്ച് ചെയ്യും. സോ വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ഫിനോൾ. 57. നാഫ്തലിൻ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദിസ് ഈസ് ആക്ച്വലി ദി സ്ട്രക്ചർ ഓഫ് നാഫ്തലീൻ. ഓക്കെ, നാഫ്തലീൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്പറിങ് എങ്ങനെയായിരിക്കും? 1 2 3 4 then 5 6 7 8 9 and then 10. ഇങ്ങനെയായിരിക്കും നാഫ്തലിൻ്റെ നമ്പറിങ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോഫൈൽ എന്തായിരിക്കും? യെസ്, SO3H ആയിരിക്കും വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലേ? ഇലക്ട്രോഫൈൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണ്? 165 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളൂ, ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ, അതായത് അറൗണ്ട് ഒരു 80 ഡിഗ്രി സെൽഷ്യസ് 60 to 80 ഒക്കെ ആണെങ്കിൽ കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഓപ്ഷനായിട്ട് വരിക. ഇനി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ, ടെമ്പറേച്ചർ നോക്കണം, 165 to 180 ഒക്കെയാണ് തരുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? തെർമോഡൈനാമിക് പ്രൊഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ കൈനറ്റിക്കലി കൺട്രോൾഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏത് പൊസിഷനിലായിരിക്കും? ഫസ്റ്റ് പൊസിഷനിലായിരിക്കും ആരറ്റാച്ച് ചെയ്യുക? SO3H അറ്റാച്ച് ചെയ്യുക. തെർമോഡൈനാമിക് ആണെങ്കിലോ സെക്കൻഡ് പൊസിഷനിൽ SO3H യെസ് അറ്റാച്ച് ആവും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 നാഫ്തലീൻ സൾഫോണിക് ആസിഡ് എന്ന് ഓപ്ഷൻ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, 57B. 58. Which of the following is a thermosetting polymer എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന നൈലോൺ 66, ടെഫ്ലോൺ, അതേപോലെ PVC. ഓക്കെ, ഇതെന്താണ്? തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ദീസ് ആർ വാട്ട്? തെർമോപ്ലാസ്റ്റിക്സ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ, മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, തെർമോസെറ്റിംഗ് പോളിമറാണ്. തെർമോസെറ്റിംഗ് പോളിമർ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ? എ, 58A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെയിൽ സെക്സ് ഹോർമോൺ? ഈസ്ട്രാഡയോൾ, ഈസ്ട്രോൺ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ് അല്ലേ? എസ്പെഷ്യലി പ്രൊജസ്ട്രോൺ എന്താണ്? പ്രഗ്നൻസിയുടെ ടൈമിലാണ്. ആൻഡോസ്റ്റെറോൺ, അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ. സ്റ്റിറോൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും ഇവിടെ? മെയിൽ സെക്സ് ഹോർമോൺസ് ആയിരിക്കും. മെയിൽ സെക്സ് ഹോർമോൺസ്. 59A. ആൻഡ് ഫൈനലി 60. വാട്ട് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി? NMRൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് മക്കളെ? റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സ്. ഓക്കെ, ഇതേപോലെ തന്നെ റൊട്ടേഷനിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? മൈക്രോവേവ്സ് ആയിരിക്കും യൂസ് ചെയ്യുക റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ. അതേപോലെ തന്നെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്തായിരിക്കും? ഇൻഫ്രാറെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2014 കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഗൈസ്.